ഒരുപാട് വീടുകൾക്കിടയിൽ ഒരു 6 സെൻറ്റ് പ്ലോട്ടായിരുന്നു. അതിലാണ് ശരിക്കും നമ്മൾ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊരു 3 ഇയേഴ്സ് മുമ്പാണ് ഹൗസ് എന്നുള്ളൊരു ഒരു വീട് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ഇങ്ങനെ കുറേ ആർക്കിടെക്ട്സിനെയൊക്കെ കൺസിഡർ ചെയ്ത് അങ്ങനെയാണ് ടീമിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ 3D നോക്കി, പിന്നെ റിയാസായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല ലഷ് ഗ്രീൻ ആംബിയൻസ് വേണം, പിന്നെ നല്ല വെന്റിലേഷൻ, നല്ല ബ്രൈറ്റ് ആയിരിക്കണം വീട്. ഞങ്ങളുടെ വീടിന് ഹിതം എന്നാണ് പേരിട്ടത്. അതായത് ഡ്രീം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ ഡ്രീം പോലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയത്. വീട് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ പല ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൽ, ഇപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് പാസേജ് പറയില്ല, അതായത് അഡൽട്ട്ഹുഡ്, ബർത്ത്, അങ്ങനെ പല പല ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഉള്ള പോലെ ഒരു ഫിനോമിനലാണ് വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളും എനിക്കും എൻ്റെ വൈഫിനും അങ്ങനത്തെ ഒരു ഫേസ് എത്തിയെന്ന് തോന്നിയപ്പോൾ ഡിസൈഡ് ചെയ്തതായിരുന്നു. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷനായിരുന്നു, എന്നാലും അത് വേണമെന്ന് തോന്നി, സ്വന്തമായിട്ടൊരു അഡ്രസ്സ് വേണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഒരു രണ്ടും കൽപ്പിച്ചെടുത്ത തീരുമാനമായിരുന്നു, ശരി നമുക്കൊരു വീട് വയ്ക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, ആ സ്പേസ് ഞാനും എൻ്റെ വൈഫും കൂടി സെലക്ട് ചെയ്ത് അതുപോലെ ഉണ്ടാക്കിയതാണ്. എല്ലാ അപ്ലയൻസസും എല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് ഐ തിങ്ക് ഐ ലുക്ക് ഫോർവേഡ് ടു കമ്മിങ് ഹിയർ മോർ ഓഫൺ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെക്കേഷൻ പോകുന്നതിനേക്കാളും കൂടുതൽ ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം ഇൻ ദിസ് ഹൗസ്. ഇപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ ഐ ഹാവ് മൈ ഓൺ കോർണർ. അവിടെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് വേണ്ട അമ്യൂണിറ്റീസും എനിക്ക് വേണ്ട ഫെസിലിറ്റീസും എല്ലാം സ്പേസ് എനിക്കുണ്ട്. ഒരു ഗ്രേയിഷ് ആൻഡ് വുഡൻ കോൺസെപ്റ്റിലൊക്കെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പല ഏരിയയിലും നമുക്കത് ശരിക്കും അതിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട്. ചില ഏരിയയിലെ കളേഴ്സ് അതിനെ ഭയങ്കര അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്കതിൻ്റെ കറക്റ്റ് ഫീല് കിട്ടുന്നുണ്ട് എല്ലാ ഭാഗത്തും. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സ്, ലൈക്ക് മൊറോക്കൻ ടൈൽസ് വേണമെന്നുണ്ടായിരുന്നു, ഒരു പാഷ്യോ വേണമെന്നുണ്ടായിരുന്നു. കിച്ചൺ ഞാൻ വിചാരിച്ച പോലെ എനിക്കെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു മോഡുലാർ കിച്ചൺ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ, ഇതൊക്കെയായിരുന്നു എൻ്റെ റിക്വയർമെൻറ്റ്സ്. അതൊക്കെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിഡ്സ് ബെഡ്റൂം ഞങ്ങൾ നല്ല പെർട്ടിക്കുലർ ആയിരുന്നു. എൻ്റെ മകൻ ഈസ് 5 years old. അപ്പോൾ അവനെപ്പോഴും ഞങ്ങളുടെ കൂടെ കിടക്കണമായിരുന്നു. ഞങ്ങൾ പുറത്ത് സിംഗപ്പൂരിൽ താമസിക്കുമ്പോഴും വേറൊരു റൂം അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തും അവിടെയും വാൾപേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് ടോയ്സൊക്കെ സ്റ്റഫ് ചെയ്തിട്ടും അവൻ ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കുള്ളൂ. ഇവിടെ വന്ന് ഫസ്റ്റ് നൈറ്റ് തന്നെ അവൻ ഞങ്ങളുടെ അടുത്ത്, ഡാഡി മമ്മി സ്ലീപ്പ് ഇൻ മൈ റൂം, യു ഗോ സ്ലീപ്പ് ഇൻ യുവർ റൂം എന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് അവൻ്റെ ബെഡ്റൂമിൽ കിടന്ന് രാവിലെ അവൻ്റെ വാഷ്റൂം യൂസ് ചെയ്ത് കണ്ടപ്പോൾ പെട്ടെന്ന് എഗെയിൻ കുറേ ചേഞ്ചസ് ആണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുന്നത്. സാധാരണ പ്രൊജക്റ്റുകളിലൊക്കെ കണ്ടുവരുന്നൊരു സംഭവമാണ് ഈ ഫൈനൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസുകൾ, വാൾ പിക്ചേഴ്സ്, മാറ്റ്, അങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ വളരെ മിനിമലൈസ് ചെയ്തിട്ട് കാണിക്കും. അപ്പം ശരിക്കും ആ ഒരു പ്രൊജക്റ്റ് ഫ്ലോപ്പ് ആവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പക്ഷേ ഈ പ്രൊജക്റ്റിൽ അതിന് മാക്സിമം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കംപ്ലീഷൻ ശരിക്കും നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്കൊരു പ്രൊജക്റ്റിൽ ക്ലയൻറ്റ് തരുന്നൊരു ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേഷൻ, പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് സെൻറ്റിമെൻ്റലാണ്, ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ മൂന്നാളും ഇവിടെ
ലൈഫ് ടൈം മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാം സാധിച്ചു തന്ന കോവോ ടീമിന് താങ്ക്സ് അലോട്ട്. അവർ തുടക്കം തൊട്ട് ഞങ്ങളുടെ എല്ലാം ഫീഡ്ബാക്സും കംപ്ലയിൻസും കോംപ്ലിമെൻറ്റ്സും എല്ലാം കേട്ട് ഞങ്ങൾക്ക് കേറ്റർ ചെയ്ത് തന്ന്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് തന്ന കോവോ റിയാസിനും ഷജീനും കോവോ ടീമിനും വളരെയധികം താങ്ക്സ് ഫ്രം മീ ആൻഡ് മൈ വൈഫ്. താങ്ക്സ് അലോട്ട്.